വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പാലും മുട്ടയും റവയും മൈദയും ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. തട്ടിക്കൂട്ട് വിഭവമാണെങ്കിലും നല്ല ടേസ്റ്റാണ് ചായക്കൊപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു മിക്സി ജാറിലേക്ക് 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പശുവിൻ പാലാണ് നമുക്കിതിന് ആവശ്യം. അപ്പോൾ പശുവിൻ പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ചെറിയ മുട്ടയാണ്, അതുകൊണ്ടാണ് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഒരു മുട്ടയാണെങ്കിൽ 1/2 കപ്പ് പാലും ആ ഒരു വലിയ മുട്ടയും മാത്രം മതിയായിരിക്കും. അതേപോലെ 2 വലിയ ഏലക്ക തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം കല്ലിൽ വെച്ച് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് കറക്കിയെടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/4 കപ്പ് റവയും 3 വലിയ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം. ഇത് വലിയ മധുരമില്ല, പാകത്തിന് മധുരമേ ഉള്ളൂ. അതേപോലെ 2 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുത്ത ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ച് റവയും മൈദയും നന്നായി കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഒരു കുഴിയപ്പച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, നെയ്യും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കുഴിയിലും 3/4 ഭാഗത്തോളം നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സ്പൂണിലെടുത്ത് ഒഴിക്കുന്നതിന് പകരം ഞാനിത് മാവ് ട്രാൻസ്ഫർ ചെയ്തത് തന്നെ ഒരു വലിയ മഗ്ഗിലേക്ക് ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വലിയൊരു ബൗളിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കതൊരു ചെറിയ ഗ്ലാസ്സിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ ചൂടാവുന്നത് വരെ മാത്രമേ നമ്മൾ തീയെ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. നമ്മൾ മാവ് ഒഴിച്ച് തുടങ്ങുമ്പോൾ ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇടണം. കാരണം ഇത് മൈദയും റവയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. അതായത് ഒരു 2 മിനിറ്റിലൊക്കെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മറിച്ചെടുക്കാം. ഇതിങ്ങനെ കുഴിയപ്പച്ചട്ടിയിൽ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു ദോശ പാനോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ വെച്ചിട്ട് ദോശ പോലെ പരത്തിയെടുക്കാവുന്നതുമാണ്. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുഴിയപ്പച്ചട്ടിയിലിട്ടിട്ട് കുഴിയപ്പം പോലെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം മറുഭാഗവും പെട്ടെന്ന് വെന്ത് കിട്ടും. അത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാ കുഞ്ഞി അപ്പവും എടുക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള അപ്പങ്ങൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു അളവിൽ എനിക്ക് 27 ഈ കുഞ്ഞി അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിൽ തന്നെ നമുക്ക് മാവ് തയ്യാറാക്കിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ 4 മണി പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.